ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പം ഇന്ന് മെയ് 10, സമയം രാത്രി 10 മണിയായി. ഇന്നാണ് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഹണിമൂൺ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. കുറച്ച് കഴിഞ്ഞ് പുറപ്പെടും. അളിയൻ പെങ്ങൾ പറയാണ്ട്. ഹണിമൂൺ ജസ്റ്റ് ഒരു പേരേ ഉള്ളൂ, ഹണിമൂൺ അല്ല ആക്ച്വലി. അല്ല, ഹണിമൂൺ ആണ്. നമ്മളൊരു ട്രിപ്പ് പോലെ പോകുന്നത്. എങ്ങോട്ടാ പോകുന്നത്, എവിടെ സ്റ്റേ ചെയ്യുന്നത്, ഒന്നും ഒരു പ്ലാൻ ഇല്ല. നമുക്ക് എവിടെ തോന്നുന്നു അവിടെ ചവിട്ടും, അവിടെ സ്റ്റേ അടിക്കും, അവിടെ കറങ്ങും. ചിലപ്പോൾ ഇടുക്കി പോവും, എറണാകുളം പോവും, ആലപ്പുഴ പോവും, ഇങ്ങോട്ടെങ്കിലും ഫ്രീ ഫയറാണ്. അങ്ങനെ ഒന്നും പ്ലാൻഡ് ഒന്നുമില്ല. നല്ല ഫുഡ് കണ്ടു കഴിഞ്ഞാൽ അപ്പം ചവിട്ടി ഫുഡ് കഴിക്കും. പ്രത്യേകിച്ച് പ്ലാനില്ല. ഓക്കെ, ഇപ്പം എൻ്റെ വീട്ടിലാണ്. ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഒരു 11-12 മണിയോടെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും. സോ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. സോ വൺസ് അഗൈൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കറക്കം തന്നെയായിരിക്കും മിക്കവാറും. ഒന്നെങ്കിൽ കറക്കം അല്ലേ കടത്തം, രണ്ടിലേതെങ്കിലും ഒന്ന് നടക്കും. എന്റെ ബാലഗോപാലനെ എണ്ണ തെപ്പിക്കുമ്പം പാടടി. നമ്മളെവിടെയും ട്രാവൽ ചെയ്യുന്നതിന് മുന്നേ കാറിൻ്റെ ഗ്ലാസ്സൊക്കെ ഇങ്ങനെ കഴുകി വൃത്തിയാക്കണം അത്ര. ഇല്ല, ഞാനൊക്കെ പോകാൻ നേരത്ത് വൈപ്പർ എടുക്കും, വെള്ളമടിക്കും, തീർന്നു. അമ്മേനെ കാണിക്കരുത്, അമ്മ ഓടി. അപ്പോൾ അങ്ങനെ ഹണിമൂൺ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. ഈ നിമിഷത്തിൽ ഞാനൊരു പാട്ടോട് കൂടി തുടങ്ങാം. ഞങ്ങളുടെ ഹണിമൂൺ ഇപ്പോൾ അടിമാലി ഫെസ്റ്റിൽ എത്തി നിൽക്കുകയാണ്. അടിമാലി ഫെസ്റ്റിലേക്ക് ഞങ്ങളുടെ വരിയായി പോയിക്കൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് ഫുഡ് കഴിക്കാന്നുള്ള ഒരൊറ്റ എയിമിൽ ഇറങ്ങിയത്. ഇതിപ്പോൾ നൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് അടിമാലി ഫെസ്റ്റിന് ഇറങ്ങേണ്ട ഗതികേട്. എന്താ നന്ദന രാവിലെ തൊട്ട് പറയുന്നുണ്ട് റൈഡിൽ കയറണം. റൈഡ് കയറ്റി കളയാം. ഏത് വൈബ്? തിരിഞ്ഞു നോക്കണ്ട, നേരെ കാണണം. ചന്തക്ക് പോകാൻ പറ്റിയ ഔട്ട്ഫിറ്റ്. ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റ്. ഹലോ, ഹായ്. നീലാകാശത്തിന്റെ വീരുകയിൽ പച്ചപ്പനമ്പത്തുകൾ പാറി പാറി ഇന്ത്യൻ സർക്കസ് വേദികളിലെ പ്രഗത്ഭരായ 4 യുവാക്കളെയും അടുത്ത ഈ പ്രദർശനം കാണാനാണെങ്കിൽ നിങ്ങൾക്കൊരു തീരാ പഠിച്ചോനെ നിങ്ങൾ കാത്തോളി.
പേടിയുണ്ടോ ഗൈസ്? പേടിയില്ല, അതുകൊണ്ട് ഫ്രണ്ടിന്റെ സീറ്റിൽ തന്നെ വന്നിരുന്നു. സ്ഥലമില്ലാത്തോണ്ടല്ലോ അപ്പോൾ ഗൈസ്, നമ്മൾ അടിമാലി ഫസ്റ്റ് പോയി. ഇന്ന് രാവിലെ കുറേ തെണ്ടി നടന്നു, റൂം അന്വേഷിച്ച്. ഒടുവിൽ നമുക്കൊരു 4 മണി 5 മണിക്കായപ്പോഴേക്കും ഇവിടെ ഈ ഹോം സ്റ്റേയിൽ നമുക്ക് റൂം സെറ്റായി. ഇപ്പം നൈറ്റ് ഫസ്റ്റൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോകുന്നു. So this guys are with me. He is crying. Shall we go? Bye babu. അന്ന് മുട്ട് മറക്കുന്ന രാത്രി കേക്ക് വാങ്ങാൻ പോവാണ്. കിട്ടുവോ പറയ്? കേക്ക് കേക്ക് കിട്ടൂല. കിട്ടൂല? നോക്കാല്ലേ? ഓക്കെ നമുക്ക് കൂൾ ഡ്രിങ്ക്സ് വാങ്ങാം. ഓക്കെ ഓക്കെ. Happy honeymoon to you. Happy honeymoon to you. Happy. തെറ്റി. ബാക്കി അയച്ചോ. പിന്നെ അടുത്തൊരു പീസ് എടുത്ത് കഴിക്കും, വെള്ളം കഴിക്കും. വെൽക്കം ടു നെക്സ്റ്റ് ഡേ ഓഫ് അവർ ഹണിമൂൺ. അപ്പോൾ രാവിലെ തന്നെ എണ്ണീറ്റ് കുളിച്ചു. രാവിലെ 10 മണി കഴിഞ്ഞു. താഴെ അവർ എഗ് ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് പോയി കഴിക്കാം. എഗ് സാൻഡ്വിച്ചാ. നമ്മൾ ഫസ്റ്റ് ഡേ ഓഫ് ഹണിമൂൺ ഫിനിഷ് ചെയ്തിട്ട് നമ്മുടെ ഹോം സ്റ്റേ ഇറങ്ങാൻ പോവാറ്. എങ്ങോട്ടാന്നുള്ളതൊന്നും പിന്നെ പ്ലാനില്ലാതാണ് പോകുന്നത്. ആകെപ്പാടെ ഒരൊറ്റ ഉദ്ദേശമുള്ളൂ, സിപ്ലൈൻ ചെയ്യണം. സോ നമുക്കിറങ്ങാം. രാവിലെ നമ്മുടെ കൂടെ എന്നോടല്ല, അത് വിട പറയാന്. ഇതാണ് നമ്മൾ ഒരു ദിവസത്തെ ഹോം സ്റ്റേ. ഇതിനോട് നമ്മൾ കഥ പറഞ്ഞു. ഇപ്പോൾ ഇറങ്ങും. ക്യാമറമാൻ അപ്പുവിനോടൊപ്പം തൊട്ടടുത്തുള്ളൊരു ഡാമാണിത്. ഡാം ഒന്ന് കാണിച്ചു കൊടുക്കൂ. നല്ല ചേട്ടനായിരുന്നു അല്ലേ, നമുക്കെല്ലാം ചെയ്തു തന്നു. പൊന്മുടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പൊന്മുടി അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. എൻ്റെ കുറേ കാലത്ത് ഒരാഗ്രഹം സാധിക്കും എന്ന് വിചാരിക്കുന്നു. സാധിക്കപ്പോ എന്തായിരുന്നു ഡാമിൽ ചാടല? സ്പീഡ് ബോട്ട്. സ്പീഡ് ബോട്ട് ഓക്കെ, അതാ ഓഫ് കോഴ്സ്. അവിടെ നമ്മളെ വെയിറ്റിംഗ് ആണ് സ്പീഡ് ബോട്ട്. അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് എത്ര വട്ടം വെച്ചിട്ടുണ്ടെന്നറിയാം സ്പീഡ് ബോട്ട് കേട്ടാൽ. പേടി, പക്ഷേ നമ്മൾ അടിച്ചിരിക്കും. എക്സൈറ്റഡ്? ഞാൻ കരുതാ പേടിയുണ്ടോ? നീന്തലറിയാലോ. ഒന്നരക്ക് പേടിയുണ്ടോ സ്പീഡ് ബോട്ട് കയറാൻ? എന്നാലും നീന്തലല്ല, പക്ഷെ പേടി ഉണ്ടാവില്ല.
നമ്മൾ സ്പീഡ് ബോട്ടിൽ കയറാൻ പോകുന്നു. നമ്മളിപ്പോ ബോട്ടിങ്ങിന് പോകും. ബട്ട് അതിന് മുന്നേ എനിക്ക് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഞാൻ ബോട്ടിൽ നിന്ന് ശ്രദ്ധിക്കണം. ടിക്കറ്റ് എടുക്കാൻ പോകാം. സൺസ്ക്രീൻ എടുത്തില്ല, അതാണ് ഒരു സങ്കടം. കറുത്തു പോവും ഡോളെ. ഏതാ ഒരു സ്ഥലം ബോട്ടിങ്ങിനെ 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. ഫുള്ളാണ്. കിലോമീറ്റർ എത്രയുണ്ട്? സിപ്പ് ലൈൻ ഉണ്ടല്ലേ? ട്രിപ്പിൾ അക്ഷയ് ബോട്ടിങ്ങിൽ 1.5 മണിക്കൂർ നാദാപുരം. നമ്മുടെ കയ്യിൽ അത്ര സമയമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നേരെ പോയി സിപ്പ് ലൈനിൽ കയറി തിരിച്ചു വന്നിട്ട് 8089 പറഞ്ഞോളൂ. ഇങ്ങനെ ബോട്ടിങ്ങിന്റെ സമയം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് റിപ്പിൾ വാട്ടർഫോൾസിലേക്ക് വന്നതാണ്. ഇവിടുന്ന് നമ്മൾ സിപ്പ് ലൈൻ ചെയ്യും. ആദ്യം വാട്ടർഫോൾസ് കാണുമ്പോ അയ്യോ വളരെ പകുതി ജീവിതം റെഡി ഉണ്ട ഭംഗിയുണ്ട. ഓ സെറ്റ് സെറ്റ്. കണ്ണാടി എന്നെ നിർത്തി പൊക്കി കണ്ണാടി കാണിക്കും. അമ്മേ ഇടിച്ച് നമുക്ക് സിപ്പ് ലൈൻ ചെയ്യാം. സിപ്പ് ലൈൻ വീടുന്ന ചെയ്യുന്നല്ല അന്ന് കണ്ടെടുത്തല്ലോ നേരത്തെ. നല്ലതാ. നമ്മൾ സിപ്പ് ലൈൻ ചെയ്യാൻ പോകുന്നു. നമ്മൾ സിപ്പ് ലൈൻ ചെയ്യാൻ പോകുന്നു. വെള്ളത്തിൽ ഇറങ്ങി കുളിച്ചാലോ? ഇതാണ് ഗൈസ് ഇവിടുത്തെ ട്രിപ്പിൾ വാട്ടർഫോൾസ്. വാട്ടർഫോൾസ് പോരാ, ഒടുക്കത്ത വെയിൽ, അൺസഹിക്കബിൾ വെയിൽ. കുറച്ചാ ഗൈസ് സിപ്പ് ലൈൻ കയറാൻ പോകുന്നു. പെർ ഹെഡ് 500 rupees. 2000 രൂപ ഒറ്റടി കിട്ടി. പക്ഷെ ഇതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. വയനാട്ടിൽ പക്ഷെ 300-400 റേറ്റിലൊക്കെ കിട്ടുമായിരുന്നു. തല ചുറ്റി നിൽക്കാൻ പറ്റുന്നില്ല. കുറച്ച് വെള്ളം കുടിച്ചു. അബീന്റെ മുഖത്ത് പേടി. നമ്മൾ പോകുന്നു. പേടിയുണ്ടോ കുട്ടി? നമ്മളിപ്പോ പോകാൻ പോവാണ്. പേടിച്ച് നിൽക്കുകയാണോ? ഞാൻ കൂളാണ്.
അടിപൊളി. ഇങ്ങോട്ടേക്ക് കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. പക്ഷെ എന്തായാലും താഴെ നോക്കാണ്ടിരുന്നാല് കഴിച്ചില്ലാവും. താഴെ നോക്കിയാൽ പ്രശ്നമാണ്. ഫുഡ് കഴിക്കാൻ കൊണ്ടുപോകാൻ ഞാൻ മുറിവേറ്റ ഗൈസ്. ഇനിയാണ് മെയിൻ സംഭവം. ഞാൻ കുറെ കാലമായിട്ട് ആഗ്രഹിച്ച സംഭവം നടക്കാൻ പോകുന്നു അല്ലേ പൂസ? അതെ അതെ. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെറുതെ സിപ്പ് ലൈനൊക്കെ പോയി സമയം കളഞ്ഞത്. വെറുതെ അല്ല, അതും പോത്തായിരുന്നു. അയ്യോ അപ്പൊ ഇപ്പോ നമ്മൾ സ്പീഡ് ബോട്ട് അല്ലേ അറിയാ? അപ്പു പേടിക്കൊണ്ടനാ. അപ്പുവിന് ഹൈറ്റ് പേടിയ ഗൈസ്. പക്ഷെ ഛർദിച്ചത് ഞാനാ. അതെനിക്ക് ഫുഡ് പിടിക്കാനിട്ടാ തോന്നുന്നു. ആയിരിക്കും അതോ ഹൈറ്റ് കയറുണ്ടായിരിക്കോ? ഹൈറ്റ് സിപ്പ് ലൈൻ ചെയ്തോണ്ട് എന്തായാലും ഞാൻ ഛർദിച്ചു. പക്ഷെ ഇപ്പൊ ഒരു ആശ്വാസം ഉണ്ട്. ഏത് നന്ദന അറിയാൻ വന്നില്ല. സ്പീഡ് ബോട്ട് അടുത്ത നമ്മൾ കയറും. ഇപ്പൊ 4 ആൾക്ക് കൂടിയിട്ട് 1150. 1150 രൂപ 5 പേർക്ക് അങ്ങനെയുള്ള സംഭവമാണ്. ഒരു പാക്കാണ്. നമ്മൾ 4 പേരേ ഉള്ളൂ. ഓക്കെ ചലോ. എനിക്ക് നീന്താൻ അറിയത്തില്ലല്ലോ. കണ്ണൊക്കെ എഴുതി കണ്ണപ്പേറ്റ്. ഞാനെങ്ങാനും ചത്താൻ കഴിഞ്ഞു. രക്ഷിക്കാൻ വരണം. അല്ല വെള്ളത്തിൽ വീണാൽ ഈ ജാക്കറ്റ് ഉണ്ട്. രക്ഷിക്കാൻ വരൂലേ? രക്ഷിക്കാൻ വരും. ചാടത്താ ആ ജാക്കറ്റോട് കൂടി ഇങ്ങനെ എടുക്കും. തൂക്കി എടുക്കുന്ന ഇവിടെ ഉള്ള ഒരു 10-50 മീറ്റർ ആടിയുണ്ടോ ഇവിടെയോ? പിന്നെ അല്ലാണ്ട് ഇങ്ങനെ നോക്കോ? സീട്ടൊക്കെ ഇട്ട് സെറ്റായി പറക്കാൻ പോവാ. കണക്കിലെ ശോളയില്ലാത്ത കുറച്ച കാട്ടിക്കൂട്ടല് കണ്ട
ഞാൻ ഇങ്ങനെ നോക്കാം. വിജയ് വേണ്ട, ലവ്. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ഹണിമൂണല്ല ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനിയൊരു ട്രിപ്പ് പോകുന്നത് വരേക്കും, സന്ധിക്കും വരേക്കും, കരിഷ്മ, നന്ദന, അബിൻ ആൻഡ് മൈ ഹസ്ബൻഡ് അബുകുട്ടൻ signing off. Bye. ബൈ.